ഈ വരുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പകൽ സമയത്ത് രാത്രിയുടെ പ്രതീതി ഉണ്ടാകുന്നു. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു. സൂര്യൻ്റെ പ്രകാശം കുറയുന്നു. എല്ലായിടത്തും ഇരുട്ട് പരക്കുന്നു. തിളക്കമുള്ള നക്ഷത്രങ്ങൾ തെളിയുന്നു. വളരെ അപൂർവമായി നടക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ പ്രത്യേകതകളാണിത്. 2017 ഓഗസ്റ്റ് 21 അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത്. സൂര്യഗ്രഹണം എന്ന പ്രതിഭാസത്തിന് കാരണം പ്രധാനമായി 3 ബഹിരാകാശ വസ്തുക്കളാണ്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയാണ് ഇതിന് പിന്നിൽ. ഭൂമിയുടെ ചുറ്റിനും ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഭ്രമണം ചെയ്യുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു. അതായത് ഭൂമിയിൽ നിന്ന് സൂര്യഗ്രഹണ സമയത്തുള്ള സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു. അങ്ങനെ സൂര്യനെ പൂർണ്ണമായി മറച്ച് ഒരു വളയത്തിന്റെ ആകൃതിയിൽ കാണുന്നതിനെ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നു. പൂർണ്ണ സൂര്യഗ്രഹണം വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇതിന് അമാവാസി ദിവസം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വന്നാൽ പോരാ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ മധ്യബിന്ദുവും സൂര്യന്റെ മധ്യബിന്ദുവും ഒരേ നേർരേഖയിൽ വരികയും ചന്ദ്രൻ ഉപഭൂവിലായിരിക്കുകയും വേണം. ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്നത് വളരെ അപൂർവമായതുകൊണ്ടാണ് പൂർണ്ണ സൂര്യഗ്രഹണം അസാധാരണമാവുന്നത്. ഒരു പ്രദേശത്ത് പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ പരമാവധി ദൈർഘ്യം 7 മിനിറ്റും 31 സെക്കൻഡുമാണ്. എങ്കിലും സാധാരണ ഇതിലും കുറവായിരിക്കും ദൈർഘ്യം. 7 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള 10-ൽ താഴെ സൂര്യഗ്രഹണങ്ങളെ ഒരു സഹസ്രാബ്ദത്തിൽ ഉണ്ടാകൂ. അവസാനമായി 7 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള സൂര്യഗ്രഹണം ഉണ്ടായത് 1973 ജൂൺ 30 സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ സൂര്യന്റെ കൊറോണ എന്ന ബാഹ്യവലയം മാത്രം ദൃശ്യമാകും. എന്നാൽ നിർഭാഗ്യവശാൽ ഈ സൂര്യഗ്രഹണം അമേരിക്കയിലുള്ളവർക്കേ ദൃശ്യമാകൂ. ഈ സമയത്ത് വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇരുട്ടിലാകുമെന്നും സന്ധ്യയ്ക്ക് സമാനമായ പ്രകാശമാകും അനുഭവപ്പെടുക എന്ന് വിദഗ്ധർ പറയുന്നു. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന് കാനഡയിലേക്ക് വ്യാപിക്കുന്നതാണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം. 7.5 മിനിറ്റ് വരെ ഇത് നീണ്ടു നിൽക്കും. കഴിഞ്ഞ 50 വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു. ഇതുപോലൊരു സൂര്യഗ്രഹണം 2150 പസഫിക് സമുദ്രത്തിൽ ദൃശ്യമാകും. അതായത് ഈ സൂര്യഗ്രഹണത്തിനായി ഇനിയും 126 വർഷം കാത്തിരിക്കണം. സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കണ്ണിന്റെ റെറ്റിന എന്ന ഭാഗത്തിനെ അത് ദോഷകരമായി ബാധിക്കുന്നു. ഇതിനു കാരണം സൂര്യന്റെ ഫോട്ടോസ്ഫിയറിൽ നിന്ന് വരുന്ന ശക്തമായ റേഡിയേഷൻ കാരണമാണ്. എന്നാൽ ടെലിസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഇതിലും മോശമായി കണ്ണിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സൺ ഫിൽട്ടർ ഉപയോഗിച്ച് സൂര്യഗ്രഹണം നോക്കുക. ഇതുപോലത്തെ ജ്യോതിശാസ്ത്ര ഇവന്റുകളെ പറ്റി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.